സുഹൃത്തുക്കളെ, പി അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുകയാണോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ അൻവർ തന്നെ വാർത്താക്കുറിപ്പിലൂടെയാണ് താൻ ഇനിയൊരു എന്താ പറയുക, പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പാർട്ടിക്ക് വിധേയനായി നിൽക്കാൻ പോകുന്നു എന്ന നിലപാട് സ്വീകരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അതിനുശേഷം അൻവർ വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയൻ ഏതാണ്ട് കൃത്യമായ മറുപടി തന്നെ കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പിണറായി വിജയന് കൊടുത്ത മറുപടിയിൽ ഈ ശശിയെ ഉൾപ്പെടെ കൃത്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു നിലയാണ് അൻവർ ചെയ്തത് എന്നുള്ളതാണ്. അതിനുശേഷം മുഖ്യമന്ത്രിയെ ആരോ അവിശ്വസിക്കുന്നു, അത് തെറ്റിദ്ധരിക്കപ്പെട്ടു മുഖ്യമന്ത്രി, അത് ഒരുപക്ഷെ ADGP MR അജിത് കുമാർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്നത് എന്നുള്ളതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് CPIM രംഗത്ത് വന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടി പോസ്റ്റും ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വിഷമത്തോടെയാണ് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടിരിക്കുന്നത്. ഈ സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിൻ്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തി വന്ന ഒരു പ്രവർത്തനമാണ്. പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് താൻ രംഗത്ത് വന്നത്. അതിന് ലേശം കുറ്റബോധമില്ല, പിന്നോട്ടുമില്ല എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. അതായത് അൻവർ പിന്നോട്ട് പോയതല്ല എന്ന ആദ്യ പാരഗ്രാഫിൽ അൻവർ പറയുന്നു. തുടർന്ന് താൻ ഇങ്ങോട്ട് നടത്തി വന്ന പ്രതികരണങ്ങളെക്കുറിച്ചും അൻവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒടുവിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പരസ്യ പ്രസ്താവന: ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നീതി ലഭിക്കും എന്ന ഉറപ്പുണ്ട് എനിക്ക്. പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ, സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ എന്നുകൂടി ഒരു വരി അദ്ദേഹം ഏറ്റവും അവസാനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഖാക്കളെ നാം മുന്നോട്ട് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതായത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് എല്ലാം ഈ പാർട്ടിയുടെ അടിത്തറ എന്ന് അൻവർ പറയുമ്പോൾ അൻവർ കൃത്യമായി ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയുകയാണ്: ഈ വലിയ വലിയ നേതാക്കളൊന്നുമല്ല, സാധാരണ പ്രവർത്തകരാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് വളരെ കൃത്യമായി CPM ഒരു മറുപടി നൽകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതായത് കഴിഞ്ഞ ദിവസം പിണറായി വിജയന് നൽകിയതുപോലെ നേരിട്ട് ഓരോ കാര്യത്തിനുമുള്ള മറുപടിയല്ല, അതിനപ്പുറത്തേക്ക് ചില ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിക്കൊണ്ട് പോരാട്ടം തുടരുമെന്ന് മുകളിൽ തന്നെ പറഞ്ഞുകൊണ്ട് അൻവർ തൻ്റെ പോരാട്ട രീതി വ്യക്തമാക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ഈ ഒരു പ്രസ്താവന എന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പോൾ ഒരു മൗനത്തിലേക്ക് അൻവർ കടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത്. അൻവറിൻ്റെ ഈ പോരാട്ടത്തിന് ഏറ്റവും വലിയ ഊന്നുതടിയായത് എന്ന് പറയേണ്ടി വരിക സംസ്ഥാനത്തെ CPM ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയായിരുന്നു. CPM നിന്നുകൊണ്ട് ആർക്കും ഇങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി അൻവറിനെ പോലെയുള്ളവർ സംസ്ഥാന പോലീസിലെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതായത് ചില കമൻറ്റുകൾ കാണുമ്പോൾ, അതായത് CPIM ഇട്ട പോസ്റ്റിന് താഴെ മുഴുവൻ അൻവർ അനുകൂലികളുടെ ഒരു വലിയ പ്രതികരണമാണുള്ളത്. ഇപ്പുറത്ത് അൻവർ ഇട്ട പോസ്റ്റിന് താഴെയും അൻവർ അനുകൂലികൾ, അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ കൂടുതലായി ഒത്തുചേരുന്നുണ്ട്. അങ്ങനെ 12,000-ലധികം കമൻറ്റുകളാണ് അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഇതിലെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, CPM പോസ്റ്റിന് താഴെ പോസ്റ്റ് ഇട്ടവർ പലരും അൻവറിനെ അനുകൂലിക്കുമ്പോൾ അത് പൂർണ്ണമായും അൻവറിൻ്റെ CPM അനുയായികൾ എന്ന് കരുതാൻ വയ്യ. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത്, തുടക്കത്തിൽ ഈ വിഷയത്തിൽ ആരായിരുന്നു അൻവറിനൊപ്പം ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അത് CPM പ്രവർത്തകരാണ് എന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പറയേണ്ടി വരും. അവിടെയാണ് CPM സാധാരണ പ്രവർത്തകർക്ക് അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തോന്നി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ വെട്ടിലാക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തതുപോലെ തന്നെ CPM സാധാരണ സൈബർ സഖാക്കളാകെ പ്രതിസന്ധിയിലായി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ CPM സൈബർ സഖാക്കൾ ഒരു പ്രതിസന്ധിയിലായി നിൽക്കുന്നത് ഇപ്പോൾ അൻവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അൻവറിന് അവരുടെ പിന്തുണ വേണം. ഇതൊരു ഉൾപാർട്ടി പോരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അൻവർ നടത്തുന്നത് വളരെ തന്ത്രപരമായ, സാധാരണ നിങ്ങൾ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു യാതൊരു ആലോചനയുമില്ലാതെ അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വന്നിരുന്നൊരു എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോവുകയല്ല. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഒന്നും പറയാത്തതും മുഖ്യമന്ത്രിയെ തള്ളി പറയില്ല എന്നൊക്കെ പറയുന്നതും അത് CPM
സഖാക്കളുടെ പിന്തുണ ലഭ്യമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ അൻവർ ഈ മൗനത്തിലേക്ക് പോയതും താൻ പാർട്ടിയെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയതും CPM സഖാക്കളുടെ കയ്യടി നേടാനാണ്, സൈബർ സഖാക്കളുടെ കയ്യടി നേടാനാണ്. ഒരു പരിധിവരെ കഥയറിയാതെ ആട്ടം കാണുന്ന പല സഖാക്കളും അൻവറിന് പരിപൂർണ പിന്തുണയുമായി വീണ്ടും നിൽക്കും എന്നുള്ളതാണ്. ഇതാ പാർട്ടി പറഞ്ഞു, ഞാൻ കേട്ടു എന്ന് അൻവറിന് പറയാം. പാർട്ടിയാണെല്ലാം വലുത് എന്നാണ് CPM സഖാക്കളെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയാണ് വലുതെന്ന് പറയുമ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് പാർട്ടി പറഞ്ഞ പോലെ ഞാൻ കേട്ടു. നാളെ അൻവർ വീണ്ടും വാ തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സഖാവ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് 1 മാസത്തെ സമയം കൊടുക്കണമെന്നുള്ളതാണ്. ഇനി പാർട്ടിയും സർക്കാരും MR അജിത് കുമാറിനെയും സുജിത്ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും അന്വേഷണം നടത്തി ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അൻവർ കുറച്ചുകൂടി കഴിഞ്ഞ് വാ തുറക്കും. അതൊരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമായാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ PV അൻവർ ഇപ്പോൾ നടത്തിയ ഈ മൗനം അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ അനുസരിക്കുന്നുവെന്ന് പുറമേ തോന്നിയെങ്കിൽ പോലും തന്ത്രപരമാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തന്ത്രങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. സമീപകാലത്ത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ശ്രദ്ധേയമായ ചില മൂവ് നടത്തിയൊരു നേതാവാണ് PV അൻവർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അൻവറിൻ്റെ ഭാഗത്താണോ ശരി, അതോ ഇപ്പുറത്ത് ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്താണോ ശരി എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും പ്രത്യേകം വിലയിരുത്താം. പക്ഷേ CPM-നുള്ളിൽ നിന്നുകൊണ്ട് CPM-ൻ്റെ സർക്കാർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത് PV അൻവർ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതൊരു വലിയ മൂവാണ്, അത് ബുദ്ധിപരമായ മൂവാണ്. ഈ സുജിത് ദാസ് അടക്കമുള്ളവരുടെ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ അൻവറിൻ്റെ വാദങ്ങൾക്ക് വലിയ ക്രെഡിബിലിറ്റി ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും, അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം അത് മറ്റൊരു തന്ത്രമാണ് എന്ന് പറയേണ്ടി വരും. CPM-നുള്ളിൽ നിന്ന് തന്നെ പല ആളുകളുടെയും പിന്തുണ ഇതിനുണ്ട് എന്നും പ്രതീക്ഷിക്കേണ്ടി വരും. CPM-ൽ പിണറായിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നീക്കങ്ങളിലൂടെ ഒതുക്കപ്പെട്ട പലരും PV അൻവറിന് പിന്നിലുണ്ട് എന്നുകൂടി കണക്കാക്കേണ്ടി വരും. ഇതെല്ലാം ചില അസംഷൻസാണ്, കണക്കുകൂട്ടലുകളാണ്. ഒരു രാഷ്ട്രീയ സാധ്യതയും ഓരോ സമയത്തെ നേതാക്കളുടെ പ്രതികരണമൊക്കെ കണ്ടുകൊണ്ടുള്ള വിലയിരുത്തലുകളാണ് നടത്തുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നതെന്ന് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയത്, അൻവർ കോൺഗ്രസിലേക്കാണോ, അൻവർ മുന്നണി വിടുമോ എന്ന ഒരു വീഡിയോ ആണ് തൊട്ടു മുമ്പ് ചെയ്തത്. അതിനുള്ള സാധ്യത ഭാവിയിലുണ്ട് എന്ന് തന്നെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. അത് ഈ പറഞ്ഞ പോലെ താൻ ഉന്നയിച്ച ജെന്യുവിനായ കാര്യങ്ങൾ അംഗീകരിക്കാത്ത പാർട്ടിക്കൊപ്പം തുടരാൻ കഴിയില്ല എന്ന ഭാവിയിൽ അൻവർ തീരുമാനമെടുത്താൽ അതിലേക്കായിരിക്കും ഒരുപക്ഷെ പോവുക എന്നതും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.